ബിഗ് ബോസിനു ശേഷം പല കണ്ടസ്റ്റൻറ്റുകളുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ചിലർക്കത് പോസിറ്റീവായിരിക്കും, മറ്റു ചിലർക്ക് നെഗറ്റീവും. അങ്ങനെ തീർത്തും പോസിറ്റീവായി മാറ്റം സംഭവിച്ചിട്ടുള്ള ബിഗ് ബോസ് സീസൺ 6-ലെ 2 കണ്ടസ്റ്റൻറ്റുകളാണ് അർജുൻ ശ്യാം ഗോപനും ശ്രീതു കൃഷ്ണനും. വലിയ ബഹളങ്ങളോ അഗ്രഷനോ ഇല്ലാതെ തന്നെ പ്രേക്ഷക മനസ്സ് കീഴടക്കാം എന്ന് നമുക്ക് കാണിച്ചു തന്ന 2 പേരാണ് അർജുനും ശ്രീതുവും. ഏറെക്കുറെ ഒരുപോലെ തന്നെയായിരുന്നു ഇരുവരുടെയും ബിഗ് ബോസ് ഹൗസിലെ രീതികൾ. ബിഗ് ബോസിൻ്റെ പതിവ് ഫോർമുലയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അർജുൻ്റെയും ശ്രീതുവിൻ്റെയും ബിഗ് ബോസ് ഹൗസിലെ പെരുമാറ്റവും ജീവിത രീതിയുമെല്ലാം. ആരുടെയെടുത്തും അനാവശ്യമായി വാക്കുതർക്കത്തിനോ വെറുതെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനോ അർജുനോ ശ്രീതുവോ നിന്നില്ല. മറിച്ച് തങ്ങളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ ബി ഹൗസിനകത്ത് പെരുമാറി. അത് പ്രേക്ഷകർക്കങ്ങ് ഒരുപാട് ഇഷ്ടമായി. ഇപ്പോൾ സീസൺ 6 കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവിംഗ് ലഭിച്ചിട്ടുള്ളത് അർജുനാണ്. അത് ടൈറ്റിൽ വിന്നറായ ജിൻഡോയ്ക്കോ സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ലഭിച്ചിട്ടുള്ള ജാസ്മിനോ അവകാശപ്പെട്ടതല്ല. ബിക്ക് ശേഷം ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവിംഗ് വന്നിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് അർജുൻ. ഇതുപോലെ ബിഗ് ബോസ് സീസൺ 4-ൽ ഒരാളുണ്ടായിരുന്നു, ഡോക്ടർ റോബിൻ. മാസ് ഫോളോവിംഗ് തന്നെയായിരുന്നു ഡോക്ടർ റോബിൻ ഉണ്ടായിരുന്നത്. ബിക്ക് ശേഷവും വളരെ കരുതലോടെ തന്നെയാണ് അർജുൻ മുന്നോട്ട് നീങ്ങുന്നത്. അധികം ഇൻ്റർവ്യൂകളോ ഇനോഗ്രേഷനോ ആയിട്ട് ഓടി നടക്കുന്നൊരു താരമായി അർജുനെ നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് കുറേ ദിവസം ലൈംലൈറ്റിന് പിറകിലായിരുന്നു അർജുൻ. ചുരുക്കം ചില ഇൻ്റർവ്യൂകളിലും പ്രോഗ്രാമുകളിലും മാത്രമേ അർജുനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാർ സിംഗറിൽ ഗസ്റ്റായിട്ടും ബിഹൈൻഡ് വുഡ്സിൻ്റെ അർജുൻ ഫാൻസ് മീറ്റിലും ഒഫീഷ്യലായി അർജുൻ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും 2 സിനിമകളിൽ അർജുൻ നായകനായി വരാൻ പോകുന്നതായി അറിയാൻ കഴിഞ്ഞു. സ്റ്റാർ സിംഗറിലെ ആങ്കർ അർജുനെ വെൽക്കം ചെയ്തപ്പോൾ ഇക്കാര്യം എടുത്തു പറഞ്ഞിരുന്നു. മാത്രമല്ല ഇപ്പോൾ ബിഹൈൻഡ് വുഡ്സിൻ്റെ 2024-ലെ ട്രെൻഡിംഗ് പെയർ ഗോൾഡൻ ഐക്കൺ അവാർഡും നേടിയിരിക്കുന്നു അർജുൻ. ബിഗ് ബോസിന് ശേഷം അർജുനെയും ശ്രീതുവിനെയും ഒരുമിച്ച് കാണാൻ ആഗ്രഹിച്ചവർക്കുള്ള ഒരു ട്രീറ്റ് തന്നെയായിരുന്നു സ്റ്റാർ സിംഗറിലെ ഇരുവരുടെയും ഗസ്റ്റ് അപ്പിയറൻസ്. അതുകൂടാതെ ബിഹൈൻഡ് വുഡ്സ് ട്രെൻഡിംഗ് പെയർ ഗോൾഡൻ ഇയർ അവാർഡും. ബിഗ് ബോസിന് ശേഷം ഇരുവരും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുമ്പോഴായിരുന്നു ഈ 2 പ്രോഗ്രാമുകളും ഒരുമിച്ച് വന്നത്. ബിഗ് ബോസ് ഹൗസിനകത്ത് ഏറ്റവും ജെന്യുവിനായിട്ടുള്ള വ്യക്തി അർജുൻ മാത്രമാണെന്ന് തൻ്റെ സുഹൃത്തുക്കളും തന്നോട് പറഞ്ഞിട്ടുള്ളതായി ശ്രീതു പറയുന്നു. മറ്റു കണ്ടസ്റ്റൻറ്റുകളെല്ലാം തന്നെ നമ്മുടെ മുന്നിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറയും. അർജുൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല എന്ന് മാത്രമല്ല എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും. ഇക്കാര്യം തന്നെയാണ് തൻ്റെ സുഹൃത്തുക്കളും തൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്ന് ശ്രീതു വ്യക്തമാക്കുന്നു. റീസെൻ്റായി ഒരു തമിഴ് ചാനലിന് നൽകിയ ഇൻ്റർവ്യൂവിലാണ് ശ്രീതു ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തന്നെപ്പോലെ വളരെ ഇന്നസെൻ്റ് ആൻഡ് കെയറിംഗ് ആണ് അർജുനെന്നും താനും അർജുനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും ക്രിയേറ്റ് ചെയ്തതല്ലെന്നും അത് ഓർഗാനിക്കായി സംഭവിച്ചതാണെന്നും ശ്രീതു പറയുന്നു. തങ്ങൾ 2 പേരും ഗെയിമിനു വേണ്ടി പ്രത്യേകിച്ചൊന്നും ക്രിയേറ്റ് ചെയ്യാറില്ല. ആ ഒരു മൊമെൻറ്റിൽ എന്താണോ തോന്നുന്നത് അതുപോലെ ബിഹേവ് ചെയ്യും. തങ്ങളുടെ ഈ ഒരു ക്യാരക്ടർ ജനങ്ങൾക്കും ഒരുപാട് ഇഷ്ടമായെന്ന് പുറത്തു വന്നപ്പോൾ മനസ്സിലായി. അർജുൻ്റെ ഫെയർ ഗെയിമും പേഴ്സണാലിറ്റിയും ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തതുകൊണ്ടാണ് അവൻ ഫസ്റ്റ് റണ്ണറപ്പ് ആവുകയും ചെയ്തതെന്ന് ശ്രീതു പ്രത്യേകം എടുത്തു പറയുന്നു. അതേസമയം അർജുൻ പറയുന്നത് പുറത്തിറങ്ങുമ്പോൾ ആളുകൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുകയും അർജുൻ എന്ന് വിളിച്ച് സംസാരിക്കുമ്പോഴെല്ലാം തന്നെ അവരോട് പ്രത്യേകിച്ച് എന്ത് സംസാരിക്കണമെന്ന് അറിയില്ല. അവരെയൊന്നും തനിക്ക് അറിയുക പോലുമില്ല. പക്ഷേ ഒരുപാട് പേർക്ക് നമ്മളെ അറിയാം. അവരുടെയെല്ലാം ഈ സ്നേഹം കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് തനിക്കറിയില്ല. ഇതെല്ലാം താൻ ഒരു കാലത്ത് മാനിഫെസ്റ്റ് ചെയ്തതായിരുന്നു. അത് സംഭവിച്ചതിൽ വളരെയധികം സന്തോഷം. ശ്രീതുവും ഒന്നിച്ചുള്ള ഫ്രണ്ട്ഷിപ്പും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. തങ്ങളുടെ എഡിറ്റ്സും റീൽസുമെല്ലാം കാണാറുണ്ട്, പരസ്പരം ഷെയർ ചെയ്യാറുമുണ്ട്, അതേക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എല്ലാവരും എടുക്കുന്ന എഫേർട്സിന് ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ശ്രീതുവും അർജുനും പറയുന്നത്.
ശ്രീധുവിൻ്റെയും അർജുൻ്റെയും ഫ്രണ്ട്ഷിപ്പ് പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നതിനുള്ള തെളിവാണ് ബിഹൈൻഡ് വുഡ്സ് നൽകിയ 2024 ബെസ്റ്റ് ട്രെൻഡിംഗ് പെയർ എന്നുള്ള ഗോൾഡൻ ഐക്കൺ അവാർഡ്. പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെ മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഒരുമിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ ഒരുപാട് കാലമായിട്ട് ആരാധകർ കാത്തിരിക്കുന്നതാണ്. ബിഹൈൻഡ് വുഡ്സ് സൈസിൽ ഉടനെ തന്നെ അത്തരമൊരു സംഭവം നടക്കാൻ പോവുകയാണെന്നാണ് അറിയുന്നത്. റെനീഷ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇതിനടിസ്ഥാനം. ബിഗ് ബോസിനകത്ത് നല്ല ഫ്രണ്ട്ഷിപ്പോടുകൂടി മുന്നോട്ട് പോയിരുന്നവരെല്ലാം തന്നെ പുറത്തിറങ്ങി 1-2 ദിവസങ്ങൾക്കുള്ളിൽ പല കാരണങ്ങളാൽ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തരാണ് അർജുനും ശ്രീധുവും. തികച്ചും ജെന്യുവിനായിട്ടുള്ള ഒരു ബോണ്ടാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ തകർക്കാൻ നോക്കിയാലും അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ഹൗസിനകത്ത് അർജുൻ ശ്രീധു റിലേഷൻഷിപ്പ് തകർക്കാൻ നോക്കിയിട്ടുള്ളവരാണ് ഭൂരിഭാഗം കണ്ടസ്റ്റൻസും. ഒരുപക്ഷെ അതവരുടെ ഗെയിമിൻ്റെ ഭാഗവുമായിരിക്കാം. അവിടെയെല്ലാം ഇവർ ഒറ്റക്കെട്ടോടെ പിടിച്ചു നിന്നു. എന്തിന് സ്വന്തം അമ്മ വന്ന് ഹിൻഡ് കൊടുത്തിട്ട് പോലും ശ്രീധു ആ ബോണ്ട് തകർക്കാൻ നിന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ പേരിൽ ശ്രീധുവിൻ്റെ അമ്മയ്ക്കെതിരെ കടുത്ത സൈബർ അറ്റാക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മയ്ക്ക് ഒരു ഷോയിൽ പങ്കെടുക്കുക എങ്ങനെയാണെന്നറിയില്ലേ, എങ്ങനെയാണ് ആളുകളോട് ബിഹേവ് ചെയ്യേണ്ടതെന്നറിയില്ലേ, ഇങ്ങനെയാണോ ഒരു മകളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, മകളുടെ ഗെയിം സ്പിരിറ്റ് ഇല്ലാതാക്കുകയല്ലേ ഈ അമ്മ ചെയ്തിട്ടുള്ളത്, ആ കുട്ടിയുടെ കോൺഫിഡൻസ് കളഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെയായിരുന്നു കടുത്ത ആരോപണങ്ങൾ. അതുകൊണ്ടല്ലേ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ച് തന്നെ അമ്മയോട് വാണിംഗ് ചെയ്തത്. എന്നിങ്ങനെ പോകുന്നു കടുത്ത ആരോപണങ്ങളും പ്രതിഷേധങ്ങളും. ഒരു റിലേഷൻഷിപ്പ് മറ്റെന്തിനേക്കാളും മൂല്യമുള്ളതാണെങ്കിൽ, നമുക്ക് നമ്മളിൽ വിശ്വാസമുണ്ടെങ്കിൽ, ആരുടെയൊക്കെ മാനിപ്പുലേഷൻ ഉണ്ടായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് തകർക്കാൻ കഴിയില്ല. മറിച്ചാണെങ്കിൽ വെറും നിമിഷങ്ങൾ മാത്രം മതി. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അറിയിക്കുക. അർജുനും ശ്രീധുവിനും ഈ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.